ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മോര് വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മോര് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വാങ്ങിച്ച മോരാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഒരു 2 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അടുത്തോളം അയമോദകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ നമുക്കൊരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരിപ്പൊടിയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഒരു 1.25 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 1.25 കപ്പിന് 2 കപ്പ് മോര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഇതൊരു 2-3 മിനിറ്റെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന് മുകളിൽ ഒരല്പം ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിപ്പോൾ. അതുകൊണ്ടാണ് അടിച്ചു വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം. അത് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ കയ്യിൽ ഒരല്പം കൂടെ ഓയിലൊന്ന് തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതായത് കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയൊരു രീതിയിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ മാത്രമാണ് നമുക്കിതിന് ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് മോര് വെച്ചിട്ട് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇത് കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിതാ മൊത്തത്തിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിന് ഉൾഭാഗമൊക്കെ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്